നമസ്കാരം. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള തട്ടേക്കാടാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. കേരളത്തിന് മാത്രമല്ല, വിദേശികൾക്ക് പോലും ഏറെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് തട്ടേക്കാട്. ഈ തട്ടേക്കാട് പുഴയോരത്ത് തന്നെയാണ് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഏറെ ഭക്തജന തിരക്കുള്ള ചരിത്ര പ്രാധാന്യമുള്ള തട്ടേക്കാട് ശിവക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ശുദ്ധജല വിതരണം നടക്കുന്നത് ഈ തട്ടേക്കാട് പുഴയോരത്തുള്ള പമ്പ് ഹൗസിൽ നിന്നാണ്. ഈ പമ്പ് ഹൗസിലെ ജീവനക്കാരനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. താങ്കളാണ് ഈ പമ്പ് ഹൗസിലെ ജീവനക്കാരൻ. പേര്? എൻ്റെ പേര് സജി. എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഞാനൊരു 17 വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുന്നു. 17 വർഷക്കാലമായി ഈ പമ്പ് ഹൗസിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഏകദേശം ഈ മേഖലയിൽ ഒരു അനുഭവ പരിജ്ഞാനമുള്ള ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. അപ്പോൾ താങ്കളുടെ ഈ ഡ്യൂട്ടിയിലെ 17 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇതിനിടയിൽ താങ്കൾക്കുണ്ടായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ, പ്രത്യേകിച്ചും കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലാകുമ്പോൾ അതിലൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളെന്ന് വെച്ചാൽ കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവുള്ളൊരു മേഖലയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് വെള്ളം കിട്ടാതിരിക്കുമ്പോൾ അവിടുത്തെ ആളുകളുടേതായ വിഷയങ്ങൾ, അതുമൂലം താങ്കൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ഇതുകൂടാതെ ഇവിടെ അറ്റകുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ വ്യക്തിപരമായിട്ടുള്ള, അതായത് ഫുൾ ടൈം ഒരു പ്രവർത്തകനാകുമ്പോൾ താങ്കൾക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ചുരുങ്ങിയ തോതിൽ താങ്കൾക്ക് ഈ 17 വർഷക്കാലത്തെ ചില അനുഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ? എൻ്റെ ഡ്യൂട്ടി സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ 10 മണിക്കൂർ. അത് കഴിഞ്ഞ് 6 മണി തൊട്ട് 10 മണി വരെയും ഓഫുണ്ട്. 4 മണിക്കൂർ ഓഫ് വൈകിട്ട്. പിന്നെ നൈറ്റ് 10 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ കണ്ടിന്യൂസ് വർക്കിംഗ് ആണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് ശേഷം നിർത്തില്ല. പിന്നെ അടുത്തത് നമ്മുടെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ, അത് ഒത്തിരി ആൾക്കാർ പല ഭാഗത്തു നിന്നും വെളിയിൽ വരാറുണ്ട്. അവരൊക്കെ ആയിട്ട് ഞാൻ നല്ല ടൈംസിൽ പോകുന്നുണ്ട്. അവരൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പരമാവധി സഹകരിച്ച് ഇതിൻ്റെ ഡ്യൂട്ടി സമയം കൂടുതലായിട്ടും ചെയ്യാറുണ്ട്. കാരണം 4 മണിക്കൂറോളം ചില സമയങ്ങളിൽ നമുക്ക് ഈ 4 മണിക്കൂറിന് 2 മണിക്കൂറൊക്കെ ആയിട്ട് വീണ്ടും ചെയ്യേണ്ട സാഹചര്യം വരാറുണ്ട് പലപ്പോഴും. അതായത് ഓവർ ഷിഫ്റ്റ്. സമയം പൈസ അല്ലെങ്കിൽ മറ്റുള്ള നോക്കാതെ ഞാൻ ആത്മാർത്ഥത്തോടെ വർക്ക് ചെയ്യാം. അല്ല, താങ്കളെ കുറിച്ച് ഞാനും ഈ പ്രദേശവാസിയാണ്. അപ്പോൾ ഇവിടെയുള്ള പല ആളുകളിൽ നിന്നും താങ്കളെ കുറിച്ചുള്ള താങ്കളെ പറ്റിയുള്ള ഒരു അഭിപ്രായം, താങ്കൾ ഒരു പമ്പ് ഹൗസിലെ ജീവനക്കാരൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുള്ള ഒരഭിപ്രായം നാട്ടിലെല്ലാവർക്കുമുണ്ട്. ഒരു നല്ല അഭിപ്രായം താങ്കളെ കുറിച്ചുണ്ട്. കാരണം ഒരു പമ്പ് ഹൗസിലെ ജീവനക്കാരനെ സംബന്ധിച്ച് ആ പമ്പ് ഹൗസിലെ ആ ജോലി മാത്രം ചെയ്താൽ മതി. താങ്കളെ സംബന്ധിച്ച് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ട്, വെള്ളമില്ലാത്തൊരു സാഹചര്യം വന്നാൽ പിന്നെ പമ്പിങ് തുടങ്ങിയതിന് ശേഷം ഓരോ പ്രദേശത്തുള്ള പൈപ്പിൽ വന്നിട്ട് വെള്ളം എത്തിയോ എന്ന് പൈപ്പ് പൊക്കി നോക്കുക, അവിടെയുള്ള ആളുകളോട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയെന്ന് അങ്ങോട്ട് വിളിച്ചന്വേഷിക്കുക. ഇങ്ങനെയുള്ള ഒരു നല്ല പ്രവണത, ഒരു നല്ല അഭേദ്യമായ ബന്ധം, ആളുകളുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം, അതും ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ, ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ അങ്ങനൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി ആണ് എന്ന ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പരാതികൾ ആളുകളിൽ നിന്ന് വരും. ഈ പറഞ്ഞ പോലെ വെള്ളം ഇല്ലാത്തപ്പോൾ ഒരുപാട് പരാതികൾ വരും. ഞാനും ഈ പമ്പ് ഹൗസിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ആണ് എൻ്റെയും വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പരാതി വരുമ്പോൾ ഇതിനെ ആത്മസംയമനത്തോടെ എങ്ങനെയാണ് നേരിടാൻ കഴിയുക, എങ്ങനെയാണ് അതിന് സാധിക്കുക? അത് ആദ്യമൊക്കെ വരുന്നിടയ്ക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഒത്തിരി ഉണ്ടാവും. പല ഭാഗത്തുനിന്നും വിളികൾ വരും, പല അഭിപ്രായങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് ഞാൻ തന്നെയാണ് ഈ വെള്ളം തിരിച്ചു വിടുന്നത്. നമ്മുടെ ഓരോ ഭാഗങ്ങളിലേക്ക് വെള്ളം വാൽവ് തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പ്രശ്നം വന്നു കഴിയുമ്പോൾ അവരും വിളിക്കുമ്പോൾ നമ്മൾ ചെന്ന് പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഇതാണ്, ഒരു അഭിമാനമാണ്, സംതൃപ്തിയാണ്. ഇതൊക്കെ ചെയ്യാൻ റിസ്ക് എടുത്ത് ചെയ്യുക. അപ്പോൾ ഞാൻ എല്ലായിടത്തും കിട്ടാത്തടത്തേക്ക് അപ്പോൾ തന്നെ വാൽവ് ഞാൻ പോയി പൂട്ടി തുറന്നു കൊടുത്ത് അവിടുത്തെ പ്രശ്നം തീർക്കും. അതുപോലെ മറ്റുള്ള ഭാഗങ്ങളിൽ എല്ലായിടത്തും പൊതുവേ ഞാൻ ഇവിടെ ഈ പഞ്ചായത്തിലുള്ള ജനങ്ങളുമായിട്ടും എല്ലാവരുമായിട്ടും നമുക്ക് നല്ല ബന്ധമുള്ളതാണ്.
ബന്ധം സ്ഥാപിക്കുന്നു. വർഷങ്ങളായിട്ട് പരിചയം, അങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. ഈ വാൽവ് തിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഇപ്പം നമ്മുടെ വാൽവ് ഈ കീരമ്പാറ പഞ്ചായത്തിൻ്റെ 2-3 ഭാഗത്ത് ഇതിൻ്റെ വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാൽവ് തിരിക്കുന്നതിന് ഒരു ടൈം ഉണ്ടാകും. ഇപ്പം ചില പ്രദേശത്ത് ആളുകൾ വെള്ളം കിട്ടാതെ വരുമ്പോൾ അവരന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഇന്ന് വാൽവ് തിരിച്ചിരിക്കുന്നത് മറ്റൊരു പ്രദേശത്തേക്കാണെന്ന് അറിയുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് വാൽവ് ഉള്ളത്, അത് ഏതൊക്കെ ടൈമിലാണ് തിരിക്കുന്നത്, ഏത് പ്രദേശത്തേക്ക് എത്ര ടൈമാണുള്ളത് എന്ന് ഒന്ന് പറഞ്ഞാൽ അത് ആളുകൾ കൂടെ ഇതിലൂടെ അറിയാൻ കഴിയും. ഒന്ന് പറയാമോ അതിനെക്കുറിച്ച്? നമുക്ക് ഇവിടെ പുന്നേക്കാട് ഭാഗത്ത് വാൽവ് എന്ന് പറഞ്ഞാൽ പാലമറ്റത്തേക്ക് 36 മണിക്കൂറാണ്. 36 മണിക്കൂർ. 36 മണിക്കൂർ കഴിഞ്ഞ് അവിടെ ആവശ്യം നമുക്ക് 36 മണിക്കൂർ കൊടുത്താൽ അവിടെ ആവശ്യത്തിന് വെള്ളമാവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കരിയിലപ്പാറ, 2-ാം വാർഡ്, ചെങ്കര, നെടുമ്പാറ, ഈ ഭാഗങ്ങളിലേക്ക് 36 മണിക്കൂർ. അത് കഴിഞ്ഞ് അങ്ങോട്ടും നമുക്ക് ജനറലായിട്ട് തന്നെ നാടുകാണിക്കും വിടും. ആ ഭാഗങ്ങളിലേക്ക് 36 മണിക്കൂറാണ് വാൽവ് വയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഊഞ്ഞാപ്പാറ പമ്പ് ഹൗസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഊഞ്ഞാപ്പാറ പമ്പ് ഹൗസിൻ്റെയും ഈ പമ്പ് ഹൗസിൻ്റെയും പ്രവർത്തനം ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഊഞ്ഞാപ്പാറ മറ്റ് ജീവനക്കാരാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലൊരു ധാരണയുണ്ടാകും. അപ്പോൾ അവിടുത്തെ പ്രവർത്തന രീതിയെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു അറിയാനുള്ള താല്പര്യം കൊണ്ടാണ്. നമുക്ക് ഈ നമ്മുടെ ഈ പൊക്ക പ്രദേശത്തേക്കൊക്കെ വെള്ളം ചെല്ലണമെങ്കിൽ തട്ടേക്കാട് പമ്പ് ഹൗസിൽ പമ്പ് ചെയ്യണ വെള്ളവും ഊഞ്ഞാപ്പാറ പമ്പ് ഹൗസിൻ്റെ വെള്ളവും കൂടിയിട്ടാണ് നമുക്ക് ഉയർന്ന പ്രദേശത്തേക്ക് വെള്ളം ചെല്ലുന്നത്. ഉയർന്ന പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ചെങ്കര, അതുപോലെ കരിയിലപ്പാറ, 2-ാം വാർഡ്, കരിയിലപ്പാറ 2-ാം വാർഡ് നമ്മുടെ പഞ്ചായത്തിന്റെ ആ പുറകോശത്തേക്കുള്ള ഭാഗം, പിന്നെ നാടുകാണി ഭാഗം, 9-ാം വാർഡ്, 8-ാം വാർഡ്, അങ്ങനെയുള്ള. പിന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഒത്തിരി കുറവുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പാലമറ്റത്തേക്ക് വലിയ പ്രശ്നങ്ങൾ, പാലമറ്റം വലിയ കുന്നും പുറമല്ലാത്തതുകൊണ്ട് ബാക്കി നമുക്ക് മറ്റുള്ള ഭാഗങ്ങളെല്ലായിടത്തേക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ചെങ്കര ഭാഗം, അതുപോലെ കരിയിലപ്പാറ അതവിടെ പഞ്ചായത്തിന്റെ പുറകുള്ള ആ ഭാഗം ഉയർന്ന പ്രദേശത്തേക്ക് ഊഞ്ഞാപ്പാറയിലെ പമ്പിങ്ങും തട്ടേക്കാടിലെ പമ്പിങ്ങും ഒരേ സമയത്ത് നടക്കുമ്പോഴായിരിക്കാം വെള്ളം സുഗമമായിട്ട് എത്താനുള്ള സാധ്യത. അപ്പോൾ അതിന്റെ വാൽവ് എവിടെയാ? അപ്പം നമ്മൾ ഈ 2-ാം വാർഡിലേക്ക് തിരിക്കുന്ന വാൽവ് ഏത് ഭാഗത്താണ് പൂട്ടുതിരിക്കുക ചെയ്യാനുള്ള? നമുക്ക് വാൽവ് സെന്റ് ജോർജ് സ്കൂളിന്റെ പടിക്കൊരു വാൽവുണ്ട്, ഇടയ്ക്കുള്ള വാൽവ്. അത് നമ്മളിവിടുന്ന് ഈ പുന്നേക്കാടുന്ന് മെയിൻ വാൽവുണ്ട്, അതുകൊണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കരിയിലപ്പാറ, അത് നാടുകാണി ഭാഗത്തേക്കും കൂടി ഒരുമിച്ച് പോകും. പിന്നെ നമുക്ക് ഈ 2-ാം വാർഡിലേക്കും ചെങ്കരയ്ക്കൊക്കെ വെള്ളം കിട്ടാത്ത സമയമുള്ള സമയത്ത് ഈ സെന്റ് ജോർജ് പഠിക്കാൻ ഒരു വാൽവുണ്ട്. അത് നമുക്ക് പൂട്ടി കൊടുത്താൽ കീരമ്പാറയ്ക്കുള്ളത് ബ്ലോക്കായിട്ട് നേരെ 2-ാം വാർഡ് ചെങ്കര ഭാഗങ്ങളിലേക്ക്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സെന്റ് ജോർജ് സ്കൂളിന്റെ പടിക്കുള്ള വാൽവ് പൂട്ടിക്കഴിഞ്ഞാൽ പാലമറ്റം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ഫുൾ പവറിൽ മേളിലേക്ക് കയറും. അതായത് 2-ാം വാർഡ് ചെങ്കര ആ ഭാഗത്തേക്ക് ഉയർന്ന പ്രദേശം വെള്ളം കയറി വരും. ഓക്കെ. അപ്പോൾ അവിടെ എല്ലാം സുഖമായിട്ട് വെള്ളം കിട്ടിയതിന് ശേഷം മറ്റേ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ അവിടെ ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കീരമ്പാറ, നാടുകാണി, 9-ാം വാർഡ്, 8-ാം വാർഡ് ഭാഗങ്ങളിലേക്ക്. നമ്മുടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംശയങ്ങളാണ് ഈ പമ്പ് ഹൗസിലെ ജീവനക്കാരനായ സജീവുമായി നമ്മൾ പങ്കുവച്ചത്. നമുക്കറിയാം, നമ്മുടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള ലഭ്യത വളരെ കുറവുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നാടുകാണി, അതുപോലെ കീരമ്പാറ, നെടുമ്പാറ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുവാനായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആ ഭാഗത്തുള്ള വാൽവ് ആണ് ഉപയോഗിക്കുന്നത്. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ 2-ാം വാർഡിലും ചെങ്കര ഭാഗത്തുള്ള ഉയർന്ന പ്രദേശത്തേക്കും വെള്ളം ലഭിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് മീഡിയം ഭാഗത്തുള്ള വാൽവ് പൂട്ടുകയും പുന്നേക്കാട് പള്ളിക്ക് പിന്നിലായിട്ടുള്ള സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള പാലമറ്റം ഭാഗത്തേക്കുള്ള വാൽവ് പൂട്ടുകയും ചെയ്താൽ തട്ടേക്കാട് പമ്പിങ് സുഗമമായിട്ട് നടക്കുന്ന സമയത്ത് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാ മേഖലകളിലും വെള്ളം ലഭിക്കും. ഈ ഭാഗത്തേക്കുള്ള പമ്പിങ് ലോഡിംഗ് പൂർത്തീകരിച്ചാൽ, വെള്ളം ഫുൾ ലോഡായി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അടുത്തുള്ള വാൽവ് ഓപ്പൺ ചെയ്താൽ ഊഞ്ഞാപ്പാറയിലെ പമ്പിങ് നടക്കുന്ന സമയമാണെങ്കിൽ നാടുകാണി ഭാഗത്തും നെടുമ്പാറ ഭാഗത്തും ആ പ്രദേശത്ത് നാടുകാണിയുടെ ഉയർന്ന പ്രദേശത്തേക്കും വെള്ളം സുഗമമായി ലഭിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഏതെങ്കിലും കാരണവശാൽ കുറേ ദിവസം
മോട്ടറിൻ്റെ അറ്റകുറ്റപ്പണിയോ അല്ലെങ്കിൽ മോട്ടറിന് കംപ്ലൈൻറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ പൈപ്പിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ, പൊട്ടൽ, അങ്ങനെയുള്ള ഭാഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു 1-2 ദിവസം പമ്പിങ് നിർത്തിവെച്ചാലുള്ള അവസ്ഥ. ഈ പമ്പിങ് നിർത്തിവെച്ചാൽ വെള്ളം ഇറങ്ങും. ഈ ഉയർന്ന പ്രദേശത്ത് നിന്നുള്ള വെള്ളം ആദ്യം ഇറങ്ങിപ്പോകും. പിന്നെ പമ്പിങ് ആരംഭിച്ചാൽ ഉയർന്ന പ്രദേശത്തേക്ക് സാധാരണ ചെയ്യുന്നത്, ഇങ്ങനെ പമ്പിങ് തുടങ്ങുന്ന സമയത്ത് എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തും. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിലേക്ക്, AXC അടക്കമുള്ള ആളുകളുടെ അടുത്തേക്ക് വിളിച്ചു പറയും വെള്ളം എത്തുന്നില്ല. എല്ലാ മേഖലകളിൽ നിന്നും പമ്പ് ഹൗസിൽ ജീവനക്കാരനായ നമ്മോട് സംസാരിച്ച സജിയോട് അടക്കം അതിൻ്റെ AXC, AE എന്നിവരോടെല്ലാം ഈ വെള്ളമില്ലാത്തതിനെ കുറിച്ച് ഉള്ള ആവലാതികൾ ബോധിപ്പിക്കുമ്പോൾ, പരാതികൾ ബോധിപ്പിക്കുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്യും. പമ്പിങ് തുടങ്ങുമ്പോൾ സജിയോട് പറയും, ഒരു കാര്യം ചെയ്യും, എല്ലാ വാൽവും പെട്ടെന്ന് ഓപ്പൺ ചെയ്തിടുക. എല്ലാ വാൽവും ഒരേ സമയത്ത് ഓപ്പൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഈ പുന്നേക്കാട് പള്ളിയുടെ സമീപത്തിലുള്ള പാലമറ്റം വാൽവ് ഓപ്പൺ ചെയ്തിട്ടാൽ, ഇംഗ്ലീഷ് മീഡിയം വാൽവ് ഓപ്പൺ ചെയ്തിട്ടാൽ, നാടുകാണി വരെയുള്ള ഭാഗം, പാലമറ്റം, നാടുകാണി, നെടുമ്പാറ, അതുപോലെ പാലമറ്റത്തിൻ്റെ ഇളന്തുരുത്തി ഭാഗം, ഈ ഭാഗത്തെല്ലാം വെള്ളം ലോഡായതിനു ശേഷം മാത്രമേ ചെങ്കര, അതുപോലെ പുന്നേക്കാട് സിറ്റിക്ക് ചേർന്ന് കാണുന്ന 2-ാം വാർഡിൻ്റെ ഉയർന്ന പ്രദേശം, ഇങ്ങോട്ടെല്ലാം വെള്ളം കയറുന്ന ഏറ്റവും അവസാനമായിരിക്കും ഇങ്ങോട്ട് വെള്ളം കയറുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ ഏറ്റവും ആദ്യം ഇറങ്ങിപ്പോവുകയും പമ്പിങ് തുടങ്ങിയാൽ താമസിച്ച് വെള്ളം കയറുകയും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ചെങ്കര. ഉയർന്ന പള്ളിക്ക് സമീപത്തുള്ള ഉയർന്ന പ്രദേശവും, അതുപോലെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ 2-ാം വാർഡ്, ആ പഞ്ചായത്തിൻ്റെ സ്കൂളിൻ്റെയൊക്കെ ബാക്കിലായിട്ട് പുറകുവശമുള്ള സ്ഥലവും. അപ്പോൾ സാധാരണഗതിയിൽ ഞാനിതിനെക്കുറിച്ച് സ്വതന്ത്രമായ ഒരു പഠനം നടത്തി അറിവുള്ളവരോട് ചോദിച്ചു. ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, വെള്ളം പമ്പിങ് തുടങ്ങിയാൽ ആദ്യം മറ്റു വാൽവുകൾ പൂട്ടി ഈ മേഖലയിലേക്ക്, അതായത് ഊഞ്ഞാപ്പാറയും തട്ടേക്കാടും ഒരുമിച്ച് പമ്പ് ചെയ്ത് ഇംഗ്ലീഷ് മീഡിയം ഭാഗത്തുള്ള വാൽവ് ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് പുന്നേക്കാട് പള്ളിയുടെ ഭാഗത്തുള്ള പാലമറ്റം വാൽവ് അടച്ചു കഴിഞ്ഞാൽ ഒരു വെള്ളമില്ലാത്ത, അതായത് ടാങ്കിലെ വെള്ളം തീർത്ത് പറ്റിപ്പോയ, അതായത് ഏതെങ്കിലും പണിയുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം പറ്റിച്ചതിന് ശേഷമുള്ള പമ്പിംഗ് ആണെങ്കിൽ ഒരു 4 മണിക്കൂർ കൊണ്ടായിരിക്കും 2-ാം വാർഡിൻ്റെ ഉയർന്ന പ്രദേശത്തും ചെങ്കര ഉയർന്ന പ്രദേശത്തും വെള്ളം കയറുക. ഇവിടെ വെള്ളം കയറി ടൈറ്റ് ലോഡ് ആയതിനു ശേഷം ഈ വാൽവ് എല്ലാം തുറന്നു വിട്ടാലും മറ്റെല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് വെള്ളം കിട്ടും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത്, വെള്ളം ഇല്ലാതെ വരുമ്പോൾ എല്ലാ വാൽവുകളും ഒപ്പം ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാ ഭാഗത്തും എല്ലായിടത്തും വെള്ളം കിട്ടാൻ താമസിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. വെള്ളം എല്ലായിടത്തും കിട്ടാൻ താമസിക്കും, അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പം ഏതായാലും നമ്മൾക്ക് ഒരു അനുഗ്രഹമുള്ളൊരു ഗുണമുള്ളത് നമ്മുടെ ഈ പമ്പിലെ ജീവനക്കാരനായിട്ടുള്ള സജി തന്നെയാണ് വാൽവും ഓപ്പൺ ചെയ്യുന്നത്. പലരും വാൽവ് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പോലും സജിയുടെ അത്രയും കൃത്യതയോടെ ചെയ്യുന്ന ഒരാൾ നമുക്ക് ലഭിച്ചത്. കാരണം അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ അറിയാം കൃത്യമായിട്ട്. ഇപ്പം സമയം അദ്ദേഹം പറഞ്ഞ പോലെ ഒരു നിശ്ചിത സമയം ഓരോ പ്രദേശത്തേക്കും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്തിനും അപ്പുറമായി ചില സമയത്ത് വിവേചനപരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ 36 മണിക്കൂർ പാലമറ്റം മേഖലയിലേക്ക് തുറന്നിട്ടു. ഒരു 2 ദിവസം 24 മണിക്കൂർ കറണ്ട് ഇല്ലാതെ വന്നാൽ, അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ 8 മണിക്കൂർ കറണ്ട് ഇല്ലാതെ വന്നാൽ ഈ ടൈം അവിടെ തുറന്നിട്ടൊന്നും പറഞ്ഞുകൊണ്ടായില്ല, പമ്പിങ് ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സമയമല്ല അവിടെ പ്രശ്നം. അവിടെ നമ്മൾ വിവേചനപരമായൊരു ബുദ്ധി പ്രയോഗിച്ച് ഏതൊക്കെ മേഖലയിൽ എത്ര സമയം കൊണ്ട് വെള്ളം കിട്ടും, എവിടെ നിന്നാണ് വെള്ളം ഇറങ്ങിപ്പോയത്, അവിടെ വെള്ളം ചെല്ലാൻ എത്ര സമയമെടുക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ഒരാൾ കൂടിയാണ് സജി. ഏതായാലും സജിയിൽ നിന്ന് നമുക്ക് ഇത്രയും വിവരങ്ങൾ ലഭ്യമായി. അതുപോലെ തന്നെ കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനിലും മറ്റും അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്ത് കോതമംഗലം വാട്ടർ അതോറിറ്റിയിൽ നിന്ന് വളരെ നല്ല സഹകരണം ലഭിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പലപ്പോഴും AXI ആയിട്ട് ജിഷ മാഡവുമായിട്ട്, അതുപോലെ ഈ ജയശ്രീ മാഡമൊക്കെ ആയിട്ട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട്. പല സമയങ്ങളിലും ഈ ജയശ്രീ മാഡവും ജിഷ മാഡവും ഒക്കെ ഫീൽഡിൽ വന്ന് തന്നെ ഓരോ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് അത് മനസ്സിലാക്കിയിട്ട് ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ പരിഹരിക്കാനായിട്ട് വളരെ സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട്, കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബൃഹത്തായ പദ്ധതികൾ
കാളക്കടവ് കുടിവെള്ള പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നു. പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി അധികാരത്തിൽ വരാൻ പോകുന്നു. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്ന ഈ ഭരണസമിതി ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് സ്ഥാനാർത്ഥിമാർക്ക് കൊടുത്ത സ്വീകരണ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ മേഖലയിലെ കുടിവെള്ളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഒരുവിധം പരിഹരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം, പ്രത്യാശിക്കാം, നമുക്ക് കാത്തിരിക്കാം.